ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിലിട്ടെ ഒരു കുട്ടി അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഗൈസ്, നമ്മൾ കഴിഞ്ഞിട്ട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത് ഫേവറേറ്റ് കാർ കമൻറ്റ് ചെയ്യാൻ. അതിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു കാർ നമ്മൾ ഓടിക്കുമെന്ന്, ആ ഒരു ഗെയിമിൽ ഫുൾ ഓടിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പം കൂടുതൽ പേരിട്ട് ലാൻഡ് റോവറിൻ്റെ ഡിഫൻഡറാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി നോക്കാം. ഇവിടെ ബ്ലാക്ക് കളറൊക്കെ ഉണ്ട്, ബ്ലാക്ക് കളർ സീനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത് എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫുള്ള് നമ്മളിന്ന് ഈ വണ്ടിയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം കമൻറ്റിൽ പറഞ്ഞ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാർ ഈ ഡിഫൻഡറാണ്. വേറെ പറഞ്ഞു വരുന്ന വിഷമിക്കേണ്ട, നമ്മൾ പുറകെ പോകുന്ന വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഡിഫൻഡർ എടുത്തതേ ഒരു സ്ഥലത്തും കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ഇറങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഗെയിമിലേക്ക് വന്ന് ഒരു കളർ ഗ്രേഡിങ്ങിൻ്റെ സംഭവമാണ്. ഒരു ഗ്രാഫിക്സ് മോഡ് നമ്മുടെ ഗെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ അന്നൊരു വീഡിയോ ചെയ്തിരുന്നപ്പോൾ ഗ്രാഫിക്സ് മോഡ് വരുമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ കുറേ കൂട്ടുകാരൊന്നും വിശ്വസിച്ചില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതായാലും നമ്മുടെ ഗെയിമിലേക്ക് ഗ്രാഫിക്സ് മോഡ് വന്നിരിക്കുകയാണ്. RGS ടൂളിൽ RGB എന്നടിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രാഫിക്സ് മോഡ് ഓണായി കിട്ടുന്നതായിരിക്കും. ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സംഭവമുണ്ട് SSAO എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അത് ടിക്ക് ചെയ്താൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്സിലൊക്കെ കാണുന്ന പോലത്തെ ഒരു പ്രത്യേകതരം എഫക്റ്റ് കിട്ടും. നമുക്കത് അതിൻ്റെ ഒറിജിനൽ പേരെന്നാന്ന് എനിക്കറിയത്തില്ല, അതുപോലെ നമുക്കത് കിട്ടുന്ന. പക്ഷേ എനിക്കത് അത്ര വലിയ ഇഷ്ടമില്ല, അത്ര അങ്ങോട്ട് കളർ സ്മൂത്തായിട്ട് പോകണം. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, സാറ്റുറേഷൻ, സെപ്പിയ എഫക്റ്റ്, ഇത് 3 കൂട്ടാം ഗൈസ്. ഇത് കൂട്ടുന്നതിനനുസരിച്ച് നമ്മുടെ കളർ ഗ്രേഡ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്കിതൊരു ലെവലിൽ വെക്കാം. ഏകദേശം ഒരു ലെവലെന്ന് പറയുമ്പോൾ ഇതുപോലെ വരും. നമ്മളിങ്ങനെ സിപ്പി എഫക്റ്റ് കൂട്ടി വരുമ്പോഴത്തേക്കും നമ്മുടെ ആ റീസെറ്റ് കൊടുത്താൽ നമുക്ക് പഴയ പോലെ ആവും ഗൈസ്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും. നമുക്ക് കോൺട്രാസ്റ്റ് കുറച്ചാൽ ഏകദേശം ഒരു GTA 5 കളർ മോഡ് നമുക്കതിൽ കിട്ടുന്നതായിരിക്കും. ഞാൻ ഇപ്പോൾ ഇവിടെ കോൺട്രാസ്റ്റ് ഇച്ചിരി കുറയ്ക്കുന്നുണ്ട്. നമ്മളെ ആ ഒരു ബ്രൈറ്റ്നസ്സും നമുക്ക് ആ റീസെറ്റ് ചെയ്ത ആ ഒരു സംഭവമില്ലേ, അതവിടെ ഇപ്പോൾ വെക്കാൻ പാടില്ല. കോൺട്രാസ്റ്റ് ഒരു തരി കൊടുക്കണം, എല്ലാം ഒരേ ലെവലിൽ വന്നിരിക്കണം, എന്നാലേ കാണാൻ ഒരു ഭംഗി ഉണ്ടത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ കോൺട്രാസ്റ്റ് ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അന്നേരം നമുക്കിത് ചെറുതായിട്ട് GTA 5 ഒരു കളർ ഗ്രേഡ് കിട്ടുന്നതായിരിക്കും. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഗൈസ്, നമുക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. RGB അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും RGS ടൂളിൽ. നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കണമെങ്കിൽ നിങ്ങൾ സാറ്റുറേഷൻ കുറച്ചാൽ മതി. സാറ്റുറേഷൻ കൊടുത്താൽ നമുക്ക് ഫുള്ളി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഇതിൻ്റെ സ്റ്റോറി മോഡ് ചെയ്യുന്നവർക്കൊക്കെ കളർ ഗ്രേഡ് നന്നായിട്ട് ഉപയോഗപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറയ്ക്കാം. ഞാൻ ഇപ്പോൾ ഇവിടെ ഫുള്ളി ഒരു ലെവലിൽ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഗൈസ്, നമ്മുടെ ഗെയിമിലേക്ക് വന്നത് ഗൈസ് കാർ ജമ്പിങ് മോഡ് വന്നു ഗൈസ്. കാർ ജമ്പിങ് മോഡ് അപ്പോൾ ഞാൻ അത് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ കാറിൽ കയറുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ജമ്പ് ഒന്ന് കാണിച്ചു തരാം. നമ്മളിത് നേരെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഗൈസ് നമ്മൾ കാർ ജമ്പ് ചെയ്യും. നമ്മുടെ ഗൈസ് കാർ നമ്മുടെ ഇതുപോലെ ജമ്പ് ചെയ്യും ഗൈസ്. ഇതെന്തിനൊക്കെ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റാമ്പ് എഫക്റ്റിലൊക്കെ ഉപയോഗിക്കും ഗൈസ്. ഈ ജമ്പിങ് എഫക്റ്റ് കാറിൽ എങ്ങനെയാണ് കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാർ എടുക്കുക, അന്നേരത്തേക്ക് അതിനെ നിങ്ങൾ ആ സ്ലോ മോഷൻ്റെ ഐറ്റത്തിൽ പിടിച്ചൊന്ന് ക്ലിക്ക് ചെയ്യുക. സ്ലോ മോഷൻ്റെ ആ ഒരു ഐക്കണെ പിടിച്ച് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇതുപോലെ വന്നിരിക്കും. ഇതിപ്പോൾ എന്തിനൊക്കെ ഉപകാരപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ ബൈക്കിനെ നമുക്ക് ഇടിക്കാതെ പോകണമെങ്കിൽ നമുക്ക് ആ ഒരു സംഭവത്തെ ഇടിച്ചാൽ മതി. ഞാൻ ഇപ്പോൾ NPCയുടെ മണ്ടയിൽ കൂടെയൊക്കെ ചാടി പോകുന്നുണ്ട്. ആ ഒരു ഐക്കണിൽ ഞെക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ജമ്പിങ് എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ഇതേ കണ്ടോ, അടിപൊളിയായിട്ട് നമുക്കിപ്പോൾ ചാടി പോകാൻ പറ്റും. പിന്നെ ഗൈസ്, നമുക്കിത് റാമ്പ് യൂസിനും അടിപൊളി തന്നെയാണ്. അപ്പോൾ ഗൈസ്, ഇതൊരു കുട്ടി അപ്ഡേറ്റ് ആയിരുന്നു. നമ്മുടെ കാർ മോഡിഫിക്കേഷനും ലംബോർഗിനി ഉറൂസും ഒക്കെ നമുക്ക് അടുത്ത അപ്ഡേറ്റിൽ കൺഫേം ആയിട്ടും വരുന്ന ഒരു ലീക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ലംബോർഗിനി ഉറൂസും കാർ മോഡിഫിക്കേഷനും കൺഫേം ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇത് അതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു കുട്ടി അപ്ഡേറ്റ് ആണ്. നമ്മുടെ മെയ് അപ്ഡേറ്റിന് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് മെയ് 20-നുള്ളിലാണ്. മെയ് 20-നുള്ളിൽ നമുക്ക് ഏതായാലും ഒരു പുതിയ അപ്ഡേറ്റ് കിട്ടുന്നതായിരിക്കും. ഏതായാലും ഇതൊരു കുട്ടി അപ്ഡേറ്റ് ആയിരുന്നു. നല്ല കുഴപ്പമില്ല. നമുക്ക് ജമ്പിങ് ഫീച്ചറൊക്കെ വന്നല്ലോ, ഇത്രയൊക്കെ വന്നല്ലോ അത്ര തന്നെ. അപ്പം ഇനി നമ്മുടെ ഇത് കിട്ടാത്ത, നമ്മുടെ കാറിന് കമൻറ്റ് കിട്ടാത്ത ആൾക്കാരില്ലേ, അവർ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പുറകെ വീഡിയോയിൽ ഈ കമൻറ്റിലിട്ട് എല്ലാ കാറുകളും ഓടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഈ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓടിപ്പോയെന്ന് ലൈക്ക് ചെയ്തിട്ട് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.